ഹലോ ഡാർലിങ്സ്, ഏവർക്കും റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്സിലേക്ക് സ്വാഗതം. ഇങ്ങനൊരു വീഡിയോ ഇനി ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയിരുന്നതാണ്, പക്ഷെ ചെയ്യാതിരിക്കാനായില്ല മക്കളെ. വേറൊന്നുമല്ല, രേണുസുതിയെ കുറിച്ചാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രേണുവിനെ കുറിച്ച്. ഈ അവസ്ഥയിൽ ഇങ്ങനെ അവളെ കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യേണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതാണ്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. വേറൊന്നുമല്ല, അവളൊരു രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് അവൾക്ക് പ്രിയപ്പെട്ട ഒരാൾ അവളെ കാണാൻ ചെന്നില്ല. അവളെ ഒരിക്കൽ വളർത്തിയ അവളുടെ മകൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് എന്ന കിഡ്സോ അവളെ കാണാൻ ചെന്നില്ലെന്ന് അവൾ വളരെ ദണ്ണപ്പെട്ട ഒരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞു. ഇത് രേണുവിന്റെ മകൻ അല്ല, സോറി, ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റേണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. ഋത്തപ്പനെ കാണാൻ വന്നില്ല. ഞാൻ ഇത്ര ഒരു അവസ്ഥയിൽ കിടന്നത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതം തുലാസിൽ നിൽക്കുമ്പോൾ, നമ്മുടെ ജീവൻ തുലാസിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. അവളതൊരു പരാതിയായിട്ടല്ല, അവളൊരു പരിഭവമായിട്ടാണ് അത് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് ഒരു ലോഡ് പുച്ഛം ഇറക്കി ഈ കിച്ചു എന്ന് പറഞ്ഞവൻ കെട്ടിയൊരുങ്ങി പോകാൻ ഇറങ്ങുന്ന രേണുവിനെ കാണാൻ പോകാൻ ഇറങ്ങുന്നതിന് മുൻപ് പരാതിക്കാരുടെയൊക്കെ പരാതി അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞ് ഒരു വീഡിയോ കൂടെ ഇറക്കിയിട്ട് അവൻ പോയത്. അതിനവനെ നാട്ടുകാരെടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ രേണുവിനെ കാണാൻ ചെല്ലുന്നു. പക്ഷെ രേണുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ നാട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അവനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്യുന്നു. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത്? സബ്സ്ക്രിപ്ഷൻ. രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്കയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് രേണു പറയേണ്ടതാ, പക്ഷെ അവളത് പറഞ്ഞില്ല. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവള് തലേക്ക് വെച്ചു, എന്റെ പൊന്നു ശാരി കാശിനാടി കിടന്ന് വിളിക്കുന്നത്. 1, 2, 100, 500 അല്ല അന്ന് രാഹുൽദാസിന് വേണ്ടിയിരുന്നത്. 2000, 3000, 4000, 5000 ആ കണക്കേ ഉള്ളൂ. ഇതെല്ലാം അവര് നിനക്ക് കൃത്യമായിട്ട് GPay ചെയ്തു തന്നു. അവര് വളർത്തിയ മകനെന്നുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് അതെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തുപോയി. നാണം ഉണ്ടോടാ നിനക്ക്?